നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. മനുഷ്യരാശിയെ തന്നെ കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്താണ് മദ്യപാനം. അപ്പോ പുരാതനമായ അറിവുകളും പുതിയ കാലത്തെ കണ്ടെത്തലുകളും വെച്ച് ഈ നാശത്തിന്റെ വഴികളെന്തൊക്കെയാണെന്ന് നമുക്ക് ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് തുടങ്ങാം, അല്ലേ? പുരാതനമായൊരു നിർവചനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മാദകം, അതായത് ലഹരി. എന്താണ് ശരിക്കും ലഹരി? ബുദ്ധിം ലുംപതി അദ്രവ്യം മതകാരി തതുച്ഛതെ. അതായത് ഏതൊരു വസ്തുവാണോ മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നത് അതിനെയാണ് ലഹരി എന്ന് വിളിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര ലളിതവും എന്നാൽ ശക്തമായൊരു നിർവചനമാണിത്. മനുഷ്യനെ മറ്റെല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ആ വിവേകത്തെ, ആ ബുദ്ധിയെ തന്നെയാണ് മദ്യം ആദ്യം തന്നെ ആക്രമിക്കുന്നത്. അപ്പോ ഈ ബുദ്ധിയെ നശിപ്പിക്കുന്നവൻ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു വിഷം പോലെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ജീവിതങ്ങളെ തകർത്തെറിയുന്നത്? വാ, നമുക്ക് കണ്ടെത്താം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ആ ആദ്യത്തെ തുള്ളി മദ്യം ശരീരത്തിലെത്തുമ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത്? ഈ വിഷം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതെന്ന് നോക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മൾ കുടിക്കുന്ന മദ്യത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം, അതായത് ഏകദേശം ഒരു 10% മാത്രമേ വിയർപ്പായും ശ്വാസമായും മൂത്രമായും ഒക്കെ പുറത്തു പോകുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 90% എവിടെ പോകുന്നു? അത് നമ്മുടെ ശരീരത്തിൽ തന്നെ തങ്ങി നിന്ന് ഒരു പ്രത്യേക അവയവത്തിന് താങ്ങാൻ പറ്റാത്ത ഭാരമായി മാറുകയാണ് ചെയ്യുന്നത്. ഏതായിരിക്കും ആ അവയവം? അതെ, ആ 90% വിഷത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കുന്നത് നമ്മുടെ കരളാണ്. ശരീരത്തിലെ മെറ്റബോളിസം, അതായത് രാസപ്രവർത്തനങ്ങളുടെ എല്ലാം കേന്ദ്രമായ നമ്മളെ ജീവനോടെ നിർത്തുന്ന ഈ അവയവത്തിനാണ് ഏറ്റവും വലിയ പണി കിട്ടുന്നത്. കുടിക്കുന്ന ഓരോ തുള്ളി മദ്യവും കരളിനെ കുറേശ്ശെയായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലക്രമേണ ഇത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. കരളിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ജീവന്റെ നദിയായ രക്തത്തെയും മദ്യം വെറുതെ വിടില്ല. ഒന്നാമത്തെ കാര്യം, മദ്യം വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് കലരും. രണ്ടാമതായി, അത് രക്തത്തിലുള്ള ആൽബുമിൻ പോലുള്ള പ്രോട്ടീനുകളെ കട്ടിയുള്ളതാക്കും. അതോടെ രക്തയോട്ടം തടസ്സപ്പെടാൻ തുടങ്ങും. ഒടുവിൽ ശരീരത്തിനു വേണ്ട പോഷകങ്ങൾ കിട്ടാതെ വരികയും കൂടുതൽ വിഷവസ്തുക്കൾ രക്തത്തിൽ അടിഞ്ഞുകൂടുകയും ചെയ്യും. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മദ്യം കുടിച്ചാൽ ശരീരത്തിനൊരു ചൂട് കിട്ടുമെന്ന്. പക്ഷേ അതൊരു കെട്ടുകഥ മാത്രമാണ്. സത്യത്തിൽ അതൊരു അപകടകരമായ തോന്നലാണ്. മദ്യം നമ്മുടെ ആമാശയഭിത്തികളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുമ്പോഴാണ് ഈ ചൂട് അനുഭവപ്പെടുന്നത്. ഇത് പലപ്പോഴും വയറ്റിനകത്ത് രക്തസ്രാവത്തിനും അൾസറിനും കാരണമാകും. ശരീരത്തിനകത്തുള്ള ഈ നാശം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അത് പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ പതിയെ തകർന്നടിയാൻ തുടങ്ങും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ കണക്കുകൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഒന്ന് നോക്കൂ, മദ്യപിക്കുന്ന ഒരാൾക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത 7 മടങ്ങ് കൂടുതലാണ്. വിവാഹമോചനങ്ങൾക്കുള്ള സാധ്യതയോ 8 മടങ്ങ്. വിഷബാധയേൽക്കാനുള്ള സാധ്യത 30 മടങ്ങാണ് വർദ്ധിക്കുന്നത്. ഓരോ കണക്കും പറയുന്നത് തകർന്ന കുടുംബങ്ങളുടെയും നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെയും കഥകളാണ്. ഇതിൻ്റെയൊക്കെ ഒരു ആകെത്തുക എന്താണെന്നറിയാവോ? ആയുസ്സ് കുറയും. വെറും 1-2 വർഷമല്ല, 12 മുതൽ 20 വർഷം വരെയാണ് ഒരു സ്ഥിരം മദ്യപാനിയുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വർഷങ്ങൾ. ഇത് ആ വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, സമൂഹത്തെ മുഴുവനായിട്ടാണ് ബാധിക്കുന്നത്. മദ്യപാനം കാരണം കുറ്റകൃത്യങ്ങൾ 43% വർദ്ധിക്കുന്നു. ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത 2.5 മടങ്ങ് കൂടുന്നു. മദ്യത്തിനടിമകളായവരിൽ 13 മുതൽ 29% വരെ ആളുകൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെത്തപ്പെടുന്നു. പോരാത്തതിന് ബെറിബെറി, പെല്ലഗ്ര പോലുള്ള രോഗങ്ങളും പിടിപെടും. ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ പൂർവികരും പുരാതന ഗ്രന്ഥങ്ങളുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. മനുസ്മൃതിയിലെ ഈ ശ്ലോകമൊന്ന് ശ്രദ്ധിക്കൂ. സുര വൈ മനമന്നാനാം പാപ്മാശ്ച മനമുച്യതേ തസ്മാത് ബ്രാഹ്മണരാജന്യോ വൈശ്യശ്ച ന സുരാം പിബേത്. അതായത് മദ്യം ഭക്ഷണത്തിന്റെ മാലിന്യമാണ്, അതിനെ പാപമെന്നും പറയുന്നു. അതുകൊണ്ട് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ മദ്യം കഴിക്കരുത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: സമൂഹത്തെ നയിക്കേണ്ടവർ പോലും ഈ ലഹരിക്ക് അടിമപ്പെട്ടാൽ എല്ലാം തകരുമെന്ന് പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു. ഇതൊരു കിടിലൻ ഉദാഹരണമാണ്. ഒരേ പനിയിൽ നിന്ന് നമുക്ക് പോഷകങ്ങൾ നിറഞ്ഞ ശർക്കരയും ഉണ്ടാക്കാം, അതേസമയം എല്ലാം നശിപ്പിക്കുന്ന കള്ളുമുണ്ടാക്കാം. ഉറവിടം ഒന്നാണ്, പക്ഷെ ഫലം രണ്ടാണ്. ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ശക്തിയാണ് കാണിക്കുന്നത്. ഒരു വ്യക്തിക്ക് നന്മയുടെ വഴിയും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കുന്ന ലഹരിയുടെ വഴിയും തിരഞ്ഞെടുക്കാം. പണ്ടുകാലത്ത് മദ്യപാനത്തെ എത്ര വലിയൊരു തെറ്റായാണ് കണ്ടിരുന്നതെന്നറിയാൻ ഈ പ്രായശ്ചിത്തം മാത്രം നോക്കിയാൽ മതി. പുരാതന ഗ്രന്ഥങ്ങളിൽ ഇതിനു വിധിച്ചിരുന്ന ശിക്ഷ എന്താണെന്ന് കേൾക്കണോ? മരണം വരെ തിളപ്പിച്ച പശുവിൻ മൂത്രമോ വെള്ളമോ പാലോ കുടിക്കുക. ആ ശിക്ഷയുടെ കാഠിന്യം തന്നെ ആ കുറ്റത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ദുശ്ശീലത്തിന്റെ ഏറ്റവും ഭീകരമായ അവസാന ഘട്ടങ്ങളാണ്. ഇവിടെ നാശം പൂർണ്ണമാകുന്നു, സർവവും നശിക്കുന്നു. വ്യാജമദ്യത്തില്
എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കേട്ടാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. മീഥൈൽ ആൽക്കഹോൾ എന്ന കൊടും വിഷം, കോപ്പർ സൾഫേറ്റ്, സിങ്ക്, എന്തിന് ഫർണിച്ചറിനടിക്കുന്ന ഫ്രഞ്ച് പോളിഷ് വരെ. പുളിപ്പിക്കൽ വേഗത്തിലാക്കാൻ ചീഞ്ഞ മുട്ടകളും തവളകളും പ്രാണികളും വരെ ചേർക്കുന്നുണ്ട്. ഇത് കുടിക്കുന്നവർ സത്യത്തിൽ മരണത്തെയാണ് വിലയ്ക്ക് വാങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഈ ശീലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്ര പാട്? കാരണം ഇതൊരു കെണിയാണ്. നമ്മുടെ തലച്ചോറിൽ തന്നെ ഒരു കെണി. മദ്യം തലച്ചോറിലെ ന്യൂറോണുകളുടെ പുറംപാളി കട്ടിയുള്ളതാക്കും. അതോടെ വീണ്ടും മദ്യം കിട്ടിയില്ലെങ്കിൽ ആ ന്യൂറോണുകൾക്ക് പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ പറ്റാതെ വരും. ഫലമോ, മദ്യമില്ലാതെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കാൻ തലച്ചോറിന് കഴിയാതെ വരുന്നു. അതൊരു ശാരീരികമായ അടിമത്തമായി മാറുന്നു. ഇതാണ് ശരീരത്തിന്റെ അന്തിമമായ കീഴടങ്ങൽ. ഓരോ ഘട്ടങ്ങളായി ശരീരം തകർന്നടിയുന്നത് നമുക്ക് കാണാം. ആദ്യം വൃക്ക, പ്രോസ്റ്റേറ്റ് പോലുള്ള അവയവങ്ങൾ നശിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. പിന്നീട് പുരുഷന്മാരിൽ ലൈംഗിക ശേഷി നശിക്കുകയും പ്രത്യുൽപാദന കോശങ്ങൾ തകരുകയും ചെയ്യുന്നു. അവസാന ഘട്ടത്തിൽ മദ്യം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ഭീകരമായ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ, ഭ്രാന്ത്, ഒടുവിൽ മരണം. മദ്യപാനത്തിന്റെ ദുരന്തം മുഴുവൻ ഈ ഒരൊറ്റ വാക്യത്തിലുണ്ട്. മദ്യം ഒരാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതാദ്യം ആ വ്യക്തിയെ പുറത്താക്കുന്നു. നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ, നമ്മുടെ മനുഷ്യത്വത്തെ, നമ്മുടെ മനസ്സാക്ഷിയെ തന്നെയാണ് അത് നമ്മളിൽ നിന്ന് പറിച്ചെറിയുന്നത്. നാശത്തിന്റെ ഇത്രയും ഭീകരമായ ഒരു വഴി കണ്ടുകഴിഞ്ഞല്ലോ. അപ്പോ എന്താണ് ഇതിൽ നിന്നുള്ള പാഠം? നമ്മുടെ മുന്നിലുള്ള തെരഞ്ഞെടുപ്പ് എന്താണ്? മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അത് ചിന്തിക്കാനും യുക്തി ഉപയോഗിക്കാനും ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുമുള്ള കഴിവാണ്. മദ്യം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. കാരണം അത് ഈ ശക്തിയെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതവും കുടുംബവും ആത്മാവും സംരക്ഷിക്കാൻ ലഹരിക്ക് പകരം വിവേകം തിരഞ്ഞെടുക്കുക. ഈ നാശത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഏത് പാതയാണ് തിരഞ്ഞെടുക്കുക? നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം യുഗർഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ